നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് വഴിയുള്ള ആദ്യ റൗണ്ട് റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തെ 53 ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളും അതോടൊപ്പം 5 പ്രൈവറ്റ് സെക്ടറിലെ കോളേജുകളിലോട്ടുമാണ് ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ 2 ഗവൺമെൻറ് വെറ്റിനറി കോളേജും ഇതിൽ ഉൾപ്പെടുന്നു. 15% സീറ്റുകളാണ് നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്കിൻ്റെയും നീറ്റിന് അപേക്ഷിച്ചപ്പോൾ കൊടുത്ത കാറ്റഗറിയുടെയും അടിസ്ഥാനത്തിൽ അലോട്ട്മെൻറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. വെബ്സൈറ്റ് vci.admissions.nic.in. അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെ ഏത് കോളേജുകളിലാണോ പ്രവേശനം കിട്ടിയിരിക്കുന്നത് ആ കോളേജുകളിൽ ചെന്ന് എല്ലാ ഒറിജിനൽ ഡോക്യുമെൻസും കൊടുത്ത് അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ഈ ആദ്യ റൗണ്ടിൽ ഒരു കോളേജ് അലോട്ടഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 21-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നടപടികൾ ആ കോളേജിൽ നേരിട്ടെത്തി അലോട്ട്മെൻറ്റ് നടപടികൾ പൂർത്തിയാക്കണം. ഈ ഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ ഇനി വരുന്ന 2 റൗണ്ടുകളിലും നമ്മളെ പരിഗണിക്കുകയുമില്ല. ആദ്യ റൗണ്ടിൽ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്താൽ അലോട്ടഡ് ആയിട്ട് 21-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ എടുത്താൽ അടുത്ത റൗണ്ടിൽ 2ാമത്തെ റൗണ്ടിൽ പുതിയതായിട്ട് ചോയ്സ് ഫില്ല് ചെയ്യുന്നതിനും ഈ അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. പുതിയതായിട്ടൊരു കോളേജ് അലോട്ടഡ് ആയാൽ ആദ്യത്തെ കോളേജിൽ ചെന്ന സർട്ടിഫിക്കറ്റുകളും പൈസയും തിരികെ മേടിച്ച് 2ാമത്തെ കോളേജിൽ അഡ്മിഷൻ ഒക്ടോബർ 30-നുള്ളിൽ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. അപ്ഗ്രഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ റൗണ്ടിൽ സീറ്റ് കിട്ടി, 2ാമത്തെ റൗണ്ടിലോട്ട് അപ്ഗ്രഡേഷൻ കിട്ടിയാൽ നിർബന്ധമായും 2ാമത്തെ കോളേജിലാണ് ചേരേണ്ടത്. ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജ് നഷ്ടപ്പെട്ടു, ആദ്യഘട്ടത്തിൽ കിട്ടിയ കോളേജ് അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടില്ല എങ്കിൽ ആദ്യം കിട്ടിയ അഡ്മിഷൻ തന്നെ നിലനിൽക്കുന്നതാണ്. ആദ്യം കിട്ടിയ അഡ്മിഷനിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ 2ാം ഘട്ടത്തിൽ പരിഗണിക്കുകയില്ല. അതുപോലെ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിയില്ല എങ്കിലും 2ാം ഘട്ടത്തിന് നമുക്ക് വീണ്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കും പുതിയതായി രജിസ്റ്റർ ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കും. The candidate allotted seat in the first round of counseling and reports for admission within scheduled dates will have an opportunity for upgradation by exercising re-choice filling. പുതിയതായി ഒരിക്കൽ കൂടി ഓപ്ഷൻ കൊടുക്കണം. ആദ്യം കൊടുത്ത ഓപ്ഷൻസ് ഒന്നും നിലനിൽക്കില്ല. re-choice filling in the second round of counseling. In the case of seat allotted in round 2, the seat allotted earlier in round 1 will be cancelled. The candidate who have been allotted seat in round 1 but not reported for admission to the allotted college shall not be allowed to participate in further round of counseling. Similarly, candidate who have been allotted seat in round 2 but not reported for admission to the allotted college shall also not to be allotted participate in last സ്ട്രേ വേക്കൻസി. ഇനി ഈ റൗണ്ടിൽ ലഭിച്ച ഓരോ കോളേജുകളുടെയും കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലുള്ള ലാസ്റ്റ് റാങ്ക് കൂടി നമുക്ക് പരിശോധിക്കാം. മദ്രാസ് വെറ്റിനറി കോളേജാണ് എല്ലാ വർഷവും ഓൾ ഇന്ത്യ തലത്തിൽ ആദ്യം അലോട്ടഡ് ആകുന്ന കോളേജ്. ഈ വർഷവും ഓൾ ഇന്ത്യ റാങ്ക് 21,811 വരെ ഓപ്പൺ കാറ്റഗറിയിലും EWS കാറ്റഗറിയിൽ 46,484 വരെയും OBCയിൽ 42,375 വരെയും SCയിൽ 1,50,800 വരെയും STയിൽ 2,12,000 വരെയും മദ്രാസ് വെറ്റിനറി കോളേജിൽ നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ അലോട്ടഡായി. രണ്ടാമതായിട്ട് ഇന്ത്യൻ വെറ്റിനറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ബൈറേലി, അവിടെ 27,360 വരെ. കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് ബിക്കാനർ 27,997. അതുപോലെ തന്നെ ജയ്പൂർ 29,625, ഹരിയാന 31,038, ലുധിയാന 33,417, ഉദയ്പൂർ 33,946, അതുപോലെ UP 35,126, ഉത്തരാഖണ്ഡ് 35,535, ഹിമാചൽ പ്രദേശ് 38,240, ഗുജറാത്ത് 38,422, ഒഡീഷ 39,301, BHU 39,979, തൃശ്ശൂർ
40,194 തൃശ്ശൂർ വെറ്ററിനറി കോളേജിൽ ഓപ്പൺ കാറ്റഗറി, EWS 67,312, OBC 43,480 ഓൾ ഇന്ത്യ റാങ്ക്, SC 1,83,000, ST 2,15,000 റാങ്ക്. അതുപോലെ തന്നെ ബീഹാർ 41,584, മുംബൈ 42,378, ജമ്മു ആൻഡ് കാശ്മീർ 44,364, കേരള പൂക്കോട് 44,615 വരെ ഓപ്പൺ കാറ്റഗറിയിലും EWS 76,633 വരെയും, OBC 49,046 വരെയും, SC 1,80,000 വരെയും, ST 2,38,000 വരെയാണ് ആദ്യ റൗണ്ടിൽ അലോട്ടഡ് ആയത്. നാമക്കൽ 46,648, മീററ്റ് 46,870, ജമ്മു ആൻഡ് കാശ്മീർ 47,130, മഹാരാഷ്ട്ര 48,584, ജാർഖണ്ഡ് 48,864, കർണാടക ബാംഗ്ലൂർ 49,547, ഗുജറാത്ത് 49,587, മധ്യപ്രദേശ് 50,900, തഞ്ചാവൂർ 51,576, അയോധ്യ 51,937, ഗുജറാത്ത് 52,149, തിരുനെൽവേലി 52,216, ഛത്തീസ്ഗഡ് 53,212, വെസ്റ്റ് ബംഗാൾ 53,271, ഗുജറാത്ത് 55,389, മധ്യപ്രദേശ് 56,525, ആന്ധ്ര 57,204, മധ്യപ്രദേശ് 58,041, തെലങ്കാന 58,620, പോണ്ടിച്ചേരി 59,021, KNB കോളേജ് ഓഫ് വെറ്ററിനറി 60,488, ആസാം 61,503, ഹസൻ കർണാടക 61,929, ആന്ധ്രാപ്രദേശ് 62,552, ബിഡാർ 62,589, പർബാനി 63,505, ശിവമോഗ 66,582, ആന്ധ്രാപ്രദേശ് 67,070, ലഖിംപൂർ 67,334, ലത്തൂർ 67,971, ത്രിപുര 68,195, ഗഡക് 68,619, ജഗട്ടിയാൽ 70,232, ഐസ്വാൾ 70,666, നാഗാലാൻഡ് 72,054. ഓപ്പൺ കാറ്റഗറിയിൽ 72,054 വരെയാണ് ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് മേഖലയിൽ അലോട്ടഡ് ആയിരിക്കുന്നത്. പ്രൈവറ്റ് മേഖലയിൽ 5 കോളേജുകളാണ് രാജസ്ഥാനും പഞ്ചാബുമായിട്ടുള്ളത്. അതിൽ ആദ്യം പഞ്ചാബിൽ 83,628, ഹരിയാന 88,863, ജയ്പൂർ രാജസ്ഥാൻ 91,341, രാജസ്ഥാൻ തന്നെ 93,757, സിക്കാർ ജയ്പൂർ റോഡ് 1,05,576. ഇതാണ് പ്രൈവറ്റ് മേഖലയിലുള്ള 5 കോളേജുകളിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. കേരളത്തിൻ്റെ 2 കോളേജുകളുടെ നമ്മളിപ്പോൾ പറഞ്ഞു. 40,194 വരെ തൃശ്ശൂരും 44,615 വരെ പൂക്കോടും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 72,054 വരെയും, EWS കാറ്റഗറിയിൽ 81,472 വരെയും, OBC കാറ്റഗറിയിൽ 76,189 വരെയും, SC കാറ്റഗറിയിൽ 2,02,564 വരെയും, ST കാറ്റഗറിയിൽ 2,48,499 വരെയുമാണ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അലോട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നീറ്റ് 2025 എഴുതിയ മെഡിക്കൽ ആസ്പിറൻസിന് ഏറ്റവും ആകർഷകമായതാണ് വെറ്റിനറി. ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് വഴി vcaadmissions.nic.in എന്ന വെബ്സൈറ്റ് വഴി ആദ്യ അലോട്ട്മെൻ്റാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഒക്ടോബർ 21-ാം തീയതിക്കുള്ളിൽ നിർബന്ധമായും കോളേജുകൾ അഡ്മിഷൻ നടപടികൾ പൂർത്തിയാക്കണം. ഇല്ലെങ്കിൽ വെറ്റിനറിയുടെ ഇനിയുള്ള ഫർദർ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ അവരെ പങ്കെടുപ്പിക്കുകയില്ല. അലോട്ടഡായി നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുത്താലും രണ്ടാമത്തെ റൗണ്ടിൽ അവർക്ക് കോളേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള അവസരമുണ്ടാകും. ആദ്യഘട്ടത്തിൽ സീറ്റ് കിട്ടാത്തവർക്കും രണ്ടാം ഘട്ടത്തിൽ പങ്കെടുക്കുകയും അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷനുകൾ സമർപ്പിക്കുകയും ചെയ്യാം. ഓൾ ഇന്ത്യ വെറ്റിനറിയുടെ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.